പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 20-ാം തീയതി ബുധനാഴ്ച. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഹന്ന ദൈവസന്നിധിയിൽ കഴിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണിത്. അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപാത്രമായി തീരാതെ ഇരിക്കുവാൻ അവൾ അഭയപ്പെടുന്ന ദൈവത്തെ നമുക്കും അഭയപ്പെടുവാനും അതിലൂടെ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റപ്പെടും എന്ന ഉറപ്പിൻ്റെ വചനമാണിത്. മക്കളില്ലാതെ ഇരുന്നായ ഹന്ന ദൈവസന്നിധിയിൽ തൻ്റെ യാചന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ ഹന്ന പഠിപ്പിക്കുന്നത് ലോകത്തിലെ ആകുലതകളിലും പ്രതിസന്ധികളിലും നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് എന്നാണ്. കാരണം നമ്മുടെ പ്രതിസന്ധികൾക്ക് ഉത്തരമേകാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ആശ്രയം. അവിടെ ഒരു തത്വം കൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം അപേക്ഷിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നതാണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ആ സമയത്തിനായി നാം കാത്തിരിക്കേണ്ടതുണ്ട്. നാം അപേക്ഷിക്കുന്ന ഉടനെ തന്നെ നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്നില്ല. ദൈവിക സമയത്തിനായുള്ള കാത്തിരിപ്പ് നമ്മുടെ പ്രത്യേകതയാണ്. ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ആശങ്കകളും ആവലാതികളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നാൽ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുക. അതോടൊപ്പം മടുത്തു പോകാതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.